ഓസ്കാറിൽ 15 സിനിമകളുടെ ഷോർട്ട് ലിസ്റ്റിൽ പെടുക എന്ന് പറഞ്ഞാൽ വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യമാണ്. Porque también se acole Papa Puka. 800-ലധികം ലാംഗ്വേജസും 800-ലധികം കൾച്ചറുള്ള ഒരു രാജ്യം, ഒരു കുഞ്ഞു രാജ്യമാണെങ്കിൽ 1 കോടി ജനങ്ങളേ ഉള്ളൂ. പക്ഷേ ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്ത കഥകളാണ് അവിടുന്ന് വരുന്നത്. വേൾഡ്സ് ലാസ്റ്റ് ഫ്രണ്ടിയർ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. പടം അവിടെ പ്രീമിയർ ചെയ്തു. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു. കാരണം ഇത് അവരുടെ വിഷ്വൽസ് മാത്രമല്ല, അവരുടെ ചരിത്രമാണ്, അവരുടെ ഇമോഷനാണ്. നമ്മൾ അറിഞ്ഞില്ല ഇത്രയധികം ഇന്ത്യക്കാരും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരുടെ ശവം അടക്കിയിരിക്കുന്ന ഒരു സെമിറ്ററിയിലാണ് നമ്മൾ പോകുന്നത്. അതിൽ കുറച്ച് ഒരു 500-600 ടോംബുകളിൽ പേരില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഇതിൽ 250ഓളം ഇന്ത്യക്കാരാണെന്ന് പറയപ്പെടും. അവർ ആരുടെ യുദ്ധമാണ് നയിച്ചത്, ആർക്ക് വേണ്ടിയാണ് പൊരുതിയത്, ഏത് തരത്തിലാണ് അവർ പൊരുതിയത് ഒന്നും നമുക്ക് അറിയുന്ന കാര്യമല്ല. അവസാനം 1 വർഷത്തെ നിയമയുദ്ധത്തിന് അവസാനം അതിൻ്റെ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഗാന്ധി എന്ന പേര് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ബീപ്പ് ചെയ്യാന്നുള്ളത്. ബീപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ് വന്നപ്പോൾ, ബീപ്പ് യർവാദ ജയിലിലുണ്ടായിരുന്നപ്പോൾ ലോകം മുഴുവൻ ഇടതും വലതും നിന്നിട്ട് തമ്മിൽ തല്ലുകയും ചെയ്യുമ്പോൾ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് വേറെയാണെന്നും ഈ ക്യാപിറ്റലും കോർപ്പറേറ്റും ടെക്നോളജിയും ഒക്കെ കൂടി ഒരു സൈഡിലും സാധാരണക്കാരനും അവരുടെ പ്രശ്നങ്ങൾ മറ്റേ സൈഡിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. കമേഴ്ഷ്യൽ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും കമേഴ്ഷ്യലി ഫെയിലാവുന്ന സിനിമകളെയാണ്, മിക്കവാറും ഫെയിലാവുന്ന സിനിമകളെയാണ് നമ്മൾ കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത്. ഒരു അവാർഡ് പോലും കിട്ടാത്ത സിനിമകളെ നമ്മൾ അവാർഡ് സിനിമ എന്ന് വിളിക്കുകയും ചെയ്യും. നമ്മൾ എത്രയോ കാലമായിട്ട് ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളും മറ്റ് കമ്മ്യൂണിറ്റികളും സൊസൈറ്റികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് മെച്യൂർ ചെയ്തിരിക്കുന്ന ഒരു സെൻസിബിലിറ്റി, ഒരു സെൻസ് ഓഫ് ഹ്യൂമർ, ഒരു വ്യൂ ഓഫ് ലൈഫ്, ഒരു അപ്രോച്ച് ടു ലൈഫാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അതുകൊണ്ടാണ് നമ്മുടെ സ്ക്രിപ്റ്റുകൾ വേറിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ പെർഫോമൻസസ് വേറിട്ട് നിൽക്കുന്നത്. എന്തിനാണ് ഈ അക്കാഡമി, എന്തിനാണ് ഈ KSFDC, എന്താണ് അവർ ചെയ്യേണ്ടത്, എന്തിനാണ് ഈ തിയേറ്ററുകൾ കെട്ടിയിട്ട് അവിടെ തെലുങ്ക് ഡബ് ചെയ്ത പടം ഓടിച്ച് കാശുണ്ടാക്കുക എന്നുള്ളൊരു മൗഢ്യത്തിലേക്ക് അവർ എത്തിപ്പോയിരിക്കുകയാണ്. 90% സിനിമകൾ ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് നഷ്ടത്തിലേക്കാണ് പോകുന്നത്. എസ്പെഷ്യലി ഒരു മാനിപ്പുലേറ്റഡ് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഫിലിം ഇൻഡസ്ട്രി ഇൻ ജനറൽ അതാണ്. നമുക്ക് ചെയ്യാൻ, കാശുണ്ടാക്കാൻ, ലാഭം ഉണ്ടാക്കാൻ വേറെയും ജോലികൾ ഒരുപാട് ഈ ലോകത്തുണ്ട്. അപ്പം നമുക്ക് ഉള്ളത് ലിമിറ്റഡ് സമയമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അവിടുന്ന് കാശുണ്ടാക്കാം. ഇവിടെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് പറയേണ്ട കഥകൾ പറയുക, പറയേണ്ട സബ്ജക്റ്റുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. दुनिया में कौन सा हिस्ट्री में आदिवासियों को ढंग से रिकॉग्नाइज किया है? कभी भी नहीं. ബൈ പ്രൊഫഷൻ പ്രകാശ് ബാരെ മറ്റൊരാളാണ്. അതായത് നമ്മളിപ്പം അറിയുന്ന പ്രകാശ് ബാരെ എന്ന് പറയുന്നത് കാൺപൂർ IIT പഠിച്ചിറങ്ങിയിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിൽ താല്പര്യമുള്ള ഒരാളാണ്. പക്ഷെ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റായിട്ടും അല്ലെങ്കിൽ ഫിലിമിലേക്കും ഒരു ആക്ടിവിസ്റ്റായിട്ടും ഒക്കെ നിൽക്കുന്ന പ്രകാശ് ബാരെ എന്ന് പറയുന്ന വേറൊരാളുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ടെക്നോളജിയുടെ കലയായിട്ട് പ്രകാശ് ബാരയുടെ ബന്ധം എന്താ? പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ ആവശ്യം തോന്നിയിട്ട് നാടകത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളൊരു കാലമാണ് എന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. രണ്ടും ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കലയിൽ കൂടുതൽ ടെക്നോളജി, മീഡിയയിൽ കൂടുതൽ ടെക്നോളജി കയറി വരുമ്പോൾ അതിൻ്റെ അതിർവരമ്പുകൾ സത്യം പറഞ്ഞാൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറ്റ് ബിക്കംസ് വെരി നാച്ചുറൽ എനിക്ക് രണ്ടും ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് ലോകം കൂടുതൽ മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കാശ് സമ്പാദിക്കുക, അല്ലെങ്കിൽ ഒരു ജോലിയിൽ മുകളിലോട്ട് പോവുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്താണ് ഈ ജന്മം കൊണ്ട് ഈ ലോകത്ത് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും കൂടെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പലപ്പോഴും അത് ആക്ഷനബിൾ ആക്കാൻ ആൾക്കാർക്ക് പറ്റില്ല എന്നുള്ളതാണ്, പറ്റാതെ ആയിപ്പോകുന്നു എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ എനിക്ക് രണ്ടിനും അവസരം കിട്ടി എന്നുള്ളതാണ്. ഐ വാസ് ഫോർച്ചുനേറ്റ് ടു ഹാവ് ബോത്ത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ കാൺപൂർ IIT പഠനം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠനം അതെങ്ങനെയാണ് പിന്നീടുള്ള ജീവിതത്തിൽ ബൈ പ്രൊഫഷൻ എന്താ ചെയ്യുന്നത്?
IIT കാൺപൂരിൽ എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പിന്നീട് ഈ കുതിരക്ക് രണ്ട് സൈഡിലും ഇത് വെക്കുമല്ലോ. അതുപോലെ പിന്നെ H1 അമേരിക്കയിൽ ജോലി, അത് കഴിഞ്ഞ് ഗ്രീൻ കാർഡ്, അത് കഴിഞ്ഞ് സ്റ്റാർട്ടപ്പ്, അത് കഴിഞ്ഞ് എക്സിറ്റ്, അത് കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പ്, ഇങ്ങനെ പോവാണ് ഒരു കുതിര. അപ്പം ആൾക്കാർ മരണത്തോട് അടുക്കുമ്പോഴാണ് ഇത് തന്നെയാണോ ജീവിതം കൊണ്ട് ഞാൻ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ആലോചിക്കുന്ന ഒരു ഓട്ടമാണ്, കണ്ണടച്ചുള്ള ഒരു പോക്ക്. അപ്പോൾ അതിൽ നമ്മുടെ സക്സസ് ഒക്കെ വേറെ ആൾക്കാർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് രക്ഷപ്പെട്ടു പോരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല പൊതുവെ. എൻ്റെ ഭാഗ്യത്തിന് ഞാനൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു, അത് എക്സിറ്റ് ചെയ്യുന്നു. വളരെ എളിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു ജോലി വേണം, അത് ഇത്ര കാശ് കിട്ടണം, അതിനേക്കാൾ ഇത്ര കാശ് കൂടുതൽ കിട്ടിയപ്പം ആ ഓട്ടം മതി, ഇനി എൻ്റെ ഹൃദയം പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമായി എന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വന്ന ആളാണ്. ഈ സിനിമകൾ നമ്മളിപ്പോൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം ജയൻ ചെറിയാൻ്റെ പടം, ഇപ്പം ഡോക്ടർ ബിജുവിൻ്റെ പടം, ഇങ്ങനെയൊക്കെ പിന്നെ അത്തരത്തിലുള്ള സംഗതികളൊക്കെ നോക്കുമ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതായത് കുറച്ചൊരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ് കാണാൻ പറ്റും. അത് എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ഹ്യൂജ് ഹിറ്റാവുന്ന ഒരു പടം എടുക്കുക എന്നുള്ളതും പ്രകാശ് ബാരിയെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആയൊരു സംഗതിയാണ്. പക്ഷെ അത്തരമൊരു വെഞ്ചറിലേക്ക് നീങ്ങാതെ ഇത്തരം സിനിമകൾക്ക് പിന്തുണ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും നമുക്ക് കാർട്ടൂൺ പടങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടം, ആനിമേഷനൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടി പടങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇമോഷണലി ഗ്രിപ്പ് ചെയ്യുന്ന പടങ്ങൾ. ഇതൊരു അക്വയർഡ് ടേസ്റ്റാണ്, ഒരു ലോഫ്റ്റി ആയിട്ടുള്ള തിങ്കിങ്ങും ബൗദ്ധികമായിട്ടുള്ള സിനിമകളൊക്കെ. ഐ വാസ് വെരി ഫോർച്ചുനേറ്റ്. ഞാൻ പഠിക്കുന്ന കാലത്ത് ബ്രയറ്റും ബെക്കറ്റും ശങ്കരപിള്ളയും കാവാലവും ജോസ് ശർമ്മൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, അതൊക്കെ നമ്മുടെ ടേസ്റ്റിനെ രൂപപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇറ്റ് വാസ് ക്വൈറ്റ് നാച്ചുറൽ. ഞാൻ തിരിച്ചു വന്നപ്പോൾ ആദ്യം പ്രിയനന്ദനൻ നാടകം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അറിയുന്ന പ്രിയനന്ദനൻ ചെയ്യുന്ന സിനിമ, അദ്ദേഹം നാഷണൽ അവാർഡൊക്കെ കിട്ടി നിൽക്കുന്ന സമയമാണ്. അങ്ങനെയാണ് സൂഫി പറഞ്ഞ കഥയുണ്ടാകുന്നത്. പി കുഞ്ഞിരാമൻ നായരുടെ ബയോപിക്ക് പറഞ്ഞപ്പം രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ബാലേട്ടനുമായിട്ട് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലോകത്തിലെ രാഷ്ട്രീയം കുറച്ചുകൂടി ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ കാണാൻ പറ്റിയപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഇനിഷ്യേറ്റീവ് എന്ന നിലയിൽ ദളിത് വിഷയങ്ങളും ആദിവാസി, നമ്മളെങ്ങനെയാണ് നമ്മുടെ ഭൂപരിഷ്കരണവും നമ്മുടെ ഒരു ഫേസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബാക്കി നിൽക്കുന്ന രാഷ്ട്രീയ പ്രശ്നമായിട്ട് അത് കൃത്യമായിട്ട് കാണാൻ പറ്റി. അത് തീർച്ചയായിട്ടും ഡോക്ടർ ബിജുവും ജയൻ ചെറിയാനും ഒക്കെ എൻ്റെ ആ വീക്ഷണത്തെ രൂപപ്പെടുത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള രാഷ്ട്രീയ ഇഷ്യൂസ്, കാരണം ലോകം മുഴുവൻ ഇടതും വലതും നിന്നിട്ട് തമ്മിൽ തല്ലുകയും ചെയ്യുമ്പോൾ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസ് വേറെയാണെന്നും, ഈ ക്യാപിറ്റലും കോർപ്പറേറ്റും ടെക്നോളജിയും ഒക്കെ കൂടി ഒരു സൈഡിലും സാധാരണക്കാരനും അവരുടെ പ്രശ്നങ്ങൾ മറ്റേ സൈഡിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. നമ്മളെപ്പോഴും നമ്മളെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ലെഫ്റ്റ് റൈറ്റ് നെറേറ്റീവാണ്. ആ നെറേറ്റീവിൻ്റെ പ്രത്യേകിച്ച് സത്യാനന്ദ കാലം എന്നൊക്കെ നിങ്ങൾ മീഡിയക്കാർ പറയുന്ന പോലെ സത്യത്തിനെയും അസത്യത്തിനെയും ഒരേ ലെവലിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് പിന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഈ നെറേറ്റീവുകൾ ഇങ്ങനെ ഫ്ലഡ് ചെയ്യാൻ പറ്റുന്ന അവരാണ് സത്യത്തെ തീരുമാനിക്കുന്നത് എന്നുള്ളൊരു സ്ഥിതി വന്നിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഇഷ്യൂസിനെ പറ്റിയിട്ട് സിനിമകൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് മീനിങ് ഫുള്ളായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അത്തരം ചിത്രങ്ങൾക്കുള്ള ഓഡിയൻസ് തിൻ ആൻഡ് നാരോ ആണ്. ഒരു തിയേറ്ററിൽ ആള് നിറച്ചോടി പണം വാരി അത്തരം ചിത്രങ്ങളെ പോലെയല്ല ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും, അല്ലെങ്കിൽ ഒരുപാട് കാലത്തോളം അത് ശ്രദ്ധിക്കപ്പെട്ടിരിക്കും, അത് ആൾക്കാർ കണ്ടെന്നിരിക്കും. പക്ഷേ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി തിൻ ആൻഡ് വൈഡ്. അപ്പോൾ വേറൊരു രീതിയിലുള്ള ഗോ ടു മാർക്കറ്റ് അപ്രോച്ചാണ് ആ ചിത്രങ്ങൾക്ക് വേണ്ടത്. ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഓസ്കാർ ക്യാമ്പയിൻസ്. അപ്പോൾ ആ രീതിയിലാണ് ഈ ചിത്രങ്ങളോടും അതിനെ തുടർന്ന് പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ടുള്ള യാത്രയും തുടങ്ങുന്നത്. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ക്യാപിറ്റലിനെ പണ്ട് നമ്മുടെ ഒരു ലെഫ്റ്റ് ബോധം കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു വില്ലൻ എന്നുള്ള രീതിയിലാണ്. കാരണം ക്യാപിറ്റലിസ്റ്റ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത് ഈ ടെക്നോളജിയുടെ കലയായ സിനിമ പ്രത്യേകിച്ചും അതിനകത്ത് ക്യാപിറ്റൽ ഒരു വലിയൊരു ഇഷ്യൂ ആണ്. കാരണം ശരിക്കും പ്രകാശ് ബാരി ഇപ്പം ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു നഷ്ടക്കച്ചവടം എന്നുള്ള രീതിയിൽ, കച്ചവടമാണല്ലോ നഷ്ടക്കച്ചവടം. ഒരു സിനിമ എടുത്തത് തിയേറ്ററിൽ ഓടിയിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടം, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഫിലിം മേളകളുടെ സർക്യൂട്ടൊക്കെ വേറെ ഉണ്ട്. അതിനകത്തുണ്ടായ ലാഭം, ഈ ലാഭം എന്ന് പറയുന്ന ഒരു സാധനം, അത് പ്രകാശ് ബാരി ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തെ അത് തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ടോ?
തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം കൂടുതൽ സിനിമകൾ ചെയ്യണം എങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട്. ലാഭം എനിക്കിതിൽ എൻ്റെ ഒരു ലക്ഷ്യമല്ല ഇത്തരം ചിത്രങ്ങൾ ചെയ്യുമ്പോൾ. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ ജനങ്ങൾ കാണുക, ലോകത്ത് ഇന്ത്യക്ക് പുറത്തും ആൾക്കാർ കാണുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ലക്ഷ്യമാണ്. നമുക്ക് ചെയ്യാൻ, കാശുണ്ടാക്കാൻ, ലാഭം ഉണ്ടാക്കാൻ വേറെയും ജോലികൾ ഒരുപാട് ഈ ലോകത്തുണ്ട്. അപ്പം നമുക്ക് ഉള്ളത് ലിമിറ്റഡ് സമയമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അവിടുന്ന് കാശുണ്ടാക്കാം. ഇവിടെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് പറയേണ്ട കഥകൾ പറയുക, പറയേണ്ട സബ്ജക്റ്റുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ 10ഓളം സിനിമകളിൽ പ്രൊഡ്യൂസറായിട്ടോ കോ പ്രൊഡ്യൂസറായിട്ടോ വന്നിട്ടുണ്ട്. 40ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഈ പണം വാരി സിനിമകളുടെ പിറകെ പോയിരുന്നെങ്കിൽ 2 സിനിമ കഴിഞ്ഞിട്ട് പ്രകാശ് ബാരെ എന്ന പ്രൊഡ്യൂസർ മലയാളത്തിൽ ഉണ്ടാവില്ലായിരുന്നു. കാരണം 90%-ലധികം സിനിമകൾ ഭയങ്കരമായിട്ട് സാമ്പത്തികമായിട്ട് നഷ്ടത്തിലേക്കാണ് പോകുന്നത്. എസ്പെഷ്യലി ഒരു മാനിപ്പുലേറ്റഡ് ഫിലിം ഇൻഡസ്ട്രിയാണ്. ഫിലിം ഇൻഡസ്ട്രി ഇൻ ജനറൽ അതാണ്. ഇറ്റ്സ് നോട്ട് എ മണി മേക്കിംഗ്. ഇതിൻ്റെ ഗ്ലാമറാണ് കൂടുതൽ ആൾക്കാരെ അതിനകത്തേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ഈ 90%-ലധികം ഇത്രയും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബാക്കി ഒരാളും നഷ്ടം സഹിക്കുന്നില്ല. താരങ്ങളായാലും അഭിനേതാക്കൾ അല്ലെങ്കിൽ താരങ്ങൾ ഇവിടുത്തെ അങ്ങനെ അതാണ് മാനിപ്പുലേഷൻ്റെ വലിയൊരു മുഖം. താരങ്ങളായാലും സംവിധായകരായാലും ബാക്കിയുള്ള കാസ്റ്റ് ആൻഡ് ക്രൂ, ആർട്ടിസ്റ്റ് ആരും നഷ്ടം സഹിക്കുന്നില്ല. കുപ്പായം മാറുന്നത് പോലെ പുതിയ പുതിയ പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് നഷ്ടം കൊടുത്ത് അവരെ പറഞ്ഞേക്കാണ്. അപ്പോൾ കമേഴ്ഷ്യൽ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും കമേഴ്ഷ്യലി ഫെയിലാവുന്ന സിനിമകളെയാണ്, മിക്കവാറും ഫെയിലാവുന്ന സിനിമകളെയാണ് നമ്മൾ കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു അവാർഡ് പോലും കിട്ടാത്ത സിനിമകളെ നമ്മൾ അവാർഡ് സിനിമ എന്ന് വിളിക്കുകയും ചെയ്യും. സോ അതൊക്കെ അതിൻ്റെ ഒരു തമാശയാണ്. അപ്പോൾ ചെറിയ പടങ്ങൾ, ചെറിയ ബജറ്റിലുള്ള പടങ്ങൾ ചെയ്ത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെറിയ നഷ്ടങ്ങൾ സഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഇന്നും മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞ പൈസ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇറക്കിയിട്ട് ഒരു വലിയൊരു മറാക്കിൾ സൃഷ്ടിക്കുന്ന പോലെ, അതായത് ഒരു വെർച്വൽ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതായത് ഒരു നടന് ഇത്ര കോടി രൂപ, 20-30 കോടി രൂപ വാങ്ങുന്നു എന്നൊക്കെ പറയുന്നത്. അതിൽ പ്രത്യേകിച്ചും കേരളം പോലെയുള്ള ഒരു ചെറിയ സ്ഥലത്ത്, മലയാളം പോലെയുള്ള ഒരു ചെറിയ ലാംഗ്വേജിൽ എങ്ങനെയാണ് അത്? അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ പ്രകാശ്? അത് തീരെ സസ്റ്റൈനബിൾ അല്ല. ഒന്നാമത് കുറേ പേര് അതിനെ പെരുപ്പിച്ച് കാണിക്കുന്നത് ആ ഒരു പ്രോജക്റ്റിൻ്റെ വിജയത്തിന് ആവശ്യമായിരിക്കാം. ഷോർട്ട് ടേം അത് പേ ബാക്ക് ചെയ്യുക അവർ. പക്ഷെ ലോങ് ടേമിൽ ബാക്കി എല്ലാവരും അതുപോലെ ചിന്തിക്കുകയും അത് സത്യമാണെന്ന് വിചാരിക്കുകയും അതിൻ്റെ പിറകെ പോവുകയും ഈ അമ്പാറ്റകളെ പോലെ ആ വെളിച്ചത്തിൽ പോയി ഒടുങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. മലയാളത്തിൻ്റെ കരുത്ത് എന്താണെന്ന് ശരിക്കും തിരിച്ചറിയുകയും എന്ന് പറഞ്ഞാൽ മലയാളത്തിന് ഇന്ത്യയിലെ മറ്റു സിനിമയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറിട്ട സെൻസിബിലിറ്റിയാണ്. നമ്മൾ എത്രയോ കാലമായിട്ട് ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങൾ, മറ്റ് കമ്മ്യൂണിറ്റികളും സൊസൈറ്റികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് മെച്യൂർ ചെയ്തിരിക്കുന്ന ഒരു സെൻസിബിലിറ്റി, ഒരു സെൻസ് ഓഫ് ഹ്യൂമർ, ഒരു വ്യൂ ഓഫ് ലൈഫ്, ഒരു അപ്രോച്ച് ടു ലൈഫാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. അതുകൊണ്ടാണ് നമ്മുടെ സ്ക്രിപ്റ്റുകൾ വേറിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ പെർഫോമൻസസ് വേറിട്ട് നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അതിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ചെറിയ സിനിമകൾ ഇന്ത്യ മുഴുവനും അതേപോലെ തന്നെ ലോകം മുഴുവൻ എത്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകും. ഇനി വരാൻ പോകുന്ന കാലത്ത് AI മനുഷ്യരാശിയുടെ മേലെ ഇത്രയധികം ഡോമിനൻസ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കാൻ പോകുന്നത്. ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ ആ സിനിമ ലോകത്തിലെ ഏതൊരു പ്രേക്ഷകനും കാണാൻ പറ്റുന്ന വിധത്തിൽ സബ്ടൈറ്റിൽ ചെയ്യപ്പെടാനുള്ള സംവിധാനം ഇന്നുണ്ട്. അത് പിന്നെ ഡബ് ചെയ്യാനുള്ള സംവിധാനം അടുത്ത് തന്നെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷിലൊരു പടം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ലോകത്തിലെ എല്ലാ ഭാഷയിലും അവൈലബിൾ ആയിരിക്കും. മലയാളത്തിലൊരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ തൊട്ട് മെ നോട്ട് ബി സെയിം ടൈം, പക്ഷെ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ മലയാളവും അതേ സിറ്റുവേഷനിലെത്തും. അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആവുമോ, അത് നമ്മുടെ ഭാഷയുടെയും കൾച്ചറിൻ്റെയും നമ്മുടെ എല്ലാത്തിൻ്റെയും അന്ത്യം കുറിക്കുന്ന ഒരു കാര്യമാവുമോ എന്നുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. പണ്ട് മലയാള സിനിമയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ക്യാപ്റ്റീവ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ നമ്മൾ പറയുമ്പോൾ അവിടെ ഏതാ സിനിമ, അവിടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിന് പേരില്ല, ഇംഗ്ലീഷാ. കോഴിക്കോട് ക്രൗഡിനൊക്കെ പറയുന്നത്. അതെ. അവിടെ എന്താ, അവിടെ ഹിന്ദിയാ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഏത് സിനിമയും കാണും, ഇന്ത്യയിലുള്ള ആൾക്കാർ ഏത് സിനിമയും കാണും. അപ്പോൾ ഹോളിവുഡിന് എൻ്റെ മാർക്കറ്റ് വളരെ വലുതാകാൻ പോവുകയാണ്. നമ്മുടെ മാർക്കറ്റും തിയറിറ്റിക്കലി വലുതാകാൻ പോവുകയാണ്. അത് നമുക്ക് ആ പൊട്ടൻഷ്യലിനെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം.
ഈ നമ്മൾ പൊതുവെ പറയുന്നത് ഇപ്പം എയർപോർട്ട്സ് ഒക്കെ ട്രാൻസ്ലേഷൻ കൂടി വരുന്ന സമയത്തെ ചിലപ്പോൾ നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ടും ഇപ്പോൾ ഒരു സ്പാനിഷ് സിനിമയോ അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസ് സിനിമയോ ഒക്കെ നമുക്ക് ആ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാനും പറ്റും. പക്ഷേ ഈ നമ്മളീ പറയുന്നത് ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്നത് ഇപ്പം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നടന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം ഈ അടൂരിനെ പോലത്തെ വലിയ സംവിധായകർ, അരവിന്ദനെ പോലത്തെ ആൾക്കാരൊക്കെയാണ്. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ KG ജോർജിന് ഒരു സമയത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, കാരണം നമ്മൾ 10 ലക്ഷം കൊണ്ട് പടം എടുക്കാവുന്ന വലിയ മാസ്റ്റേഴ്സ് ഉണ്ട് കേരളത്തിൽ, പക്ഷെ അവർ 2-3 കോടി അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടി സ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് അവർ ഒരു ലോകത്തൊരു പ്രതിഭയായിട്ട് നിൽക്കുന്നതെന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ഒരു ക്രിറ്റിസിസം ഉന്നയിച്ചിരുന്നു. കാരണം അങ്ങനത്തെ ഒരു ഇത് KG ജോർജിന് കിട്ടിയിട്ടുമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ജയൻ ചെറിയാൻ്റെ പടമായാലും ഡോക്ടർ ബിജുവിൻ്റെ പടമായാലും ഇതിനൊക്കെ പിറകിൽ നിൽക്കുന്ന സമയത്ത് ആസ് എ പ്രൊഡ്യൂസർ പ്രകാശ് ബാരയ്ക്ക് ഒരുപാട് ക്രൈസിസ് ഉണ്ടാവും. കാരണം ഇതിൻ്റെ സെൻസറിങ് തൊട്ട് അങ്ങോട്ട് വലിയ പ്രശ്നങ്ങളാണ്. ഈ ബുദ്ധിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അനുഭവം എന്താണ്? ഈ ആൻറ്റി ഇൻ്റലക്ച്വലിസം ലോകത്തിനെ മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മീഡിയോക്രിറ്റി അതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എന്തിനിത്തരം സിനിമകൾ ചെയ്യുന്നു, ഈ സിനിമകൾ ആര് കാണണം, കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാവുന്നുണ്ട്, പക്ഷേ കാണാൻ അവരെ പ്രേരിപ്പിക്കുന്ന അത് തന്നെ ഒരു വലിയ ചാലഞ്ചായി നിൽക്കുന്ന സമയത്താണ് സൊസൈറ്റി എന്ന നിലയിൽ, കമ്മ്യൂണിറ്റി എന്ന നിലയിൽ, അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗവൺമെൻറ് എന്ന നിലയിൽ ഇത്തരം ചിത്രങ്ങളെ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ സ്നേഹം ഉണ്ടാക്കുകയും ലോകത്തിൻ്റെ കമ്മ്യൂണിറ്റികൾക്കിടയിലും രാജ്യത്തിനിടയിലും ബ്രിഡ്ജുകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന ഇത്തരം കലകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഒരു ബേസിക് നെസസിറ്റിയാണ്. ഇപ്പോഴും യൂറോപ്പൊക്കെ അത് തുടർന്നു വരുന്നുണ്ട്. കാനിലും അല്ലെങ്കിൽ ഫ്രഞ്ച് സിനിമകളും ഒത്തിരിയധികം സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം, പ്രത്യേകിച്ച് കേരളം ആദ്യകാലങ്ങളിൽ ഒരുപാട് നല്ല സിനിമയെ പ്രൊമോട്ട് ചെയ്തിരുന്ന കേരളമൊക്കെ എന്തിനാണ്, അല്ലെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുടെ പിറകെ പോവുക എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോകുന്നുണ്ട്. സെൻസർ ബോർഡുകൾ അവരുടെ ഏമാന്മാരുടെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുന്ന ആൾക്കാരായിട്ട് മാറുന്നുണ്ട്. പപ്പീലെ ബുദ്ധയുടെ കാര്യത്തിൽ വളരെ നല്ലൊരു എക്സാമ്പിളാണ്. പപ്പീലെ ബുദ്ധയിൽ നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. അംബേദ്കറും ഗാന്ധിയും തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റും എത്രത്തോളം ഗാന്ധിയെ മാറ്റാൻ അംബേദ്കറുടെ ചിന്തകൾക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതാണ്. അപ്പോൾ ആ സിനിമയിൽ അതാണ് അതിൻ്റെ കേന്ദ്രമായിട്ട് വരുന്ന ഒരു കാര്യം. അപ്പോൾ ആ സമയത്തുള്ള സർക്കാരിനെ പ്രീതിപ്പെടുത്താൻ, പലപ്പോഴും ഈ സർക്കാർ പറഞ്ഞിട്ടായിരിക്കും പോലും ആയിരിക്കില്ല ഈ മെമ്പേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത്, പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവസാനം 1 വർഷത്തെ നിയമയുദ്ധത്തിന് അവസാനം അതിൻ്റെ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഗാന്ധി എന്ന പേര് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ബീപ്പ് ചെയ്യാന്നുള്ളത്. ബീപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ് വന്നപ്പോൾ, ബീപ്പ് യർവാദ ജയിലിൽ ഉണ്ടായിരുന്നപ്പോൾ ഏത് പൊട്ടനും അത് കേട്ട് മനസ്സിലാവും അത് ഗാന്ധിന്റെ ആ പേരിന് അവർ വെച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തമാശകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ എല്ലാവരുടെയും സ്നേഹവും അംഗീകാരവും അല്ല വേണ്ടത്. നമ്മൾ അങ്ങോട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുടെ റെസ്പെക്ട് ഇങ്ങോട്ട് കിട്ടുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നോയ്സായി മാറുന്നു. ഈ വിദേശ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് അതിനകത്ത് ഒരു ഗവൺമെന്റ് സബ്സിഡി മാത്രമല്ല, അത് ഏതെങ്കിലും തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ഒരു ഭാഗമായിട്ടൊരു ഗവൺമെന്റ് ഏജൻസിന്റെ പേരൊക്കെ അധികം നല്ല ചിത്രങ്ങളും കാണുന്നുണ്ട്. ഈ സിനിമകളൊക്കെ എടുക്കുന്ന സമയത്ത് പ്രകാശ് ബാര ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന്റെ അത്തരത്തിലുള്ള സഹായങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സപ്പോർട്ടിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എഫിഷ്യൻസി ഓഫ് ഇത്തരം ഫണ്ടിങ് ഏജൻസിയൊക്കെ ഭയങ്കര മോശമാണ്. നമ്മളൊരു പ്രോജക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരക്കാണ് അതെങ്ങനെയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത്. ഇത് പലപ്പോഴും 1 വർഷം 2 വർഷമൊക്കെ അതിന് പിറകിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു സംഭവമുണ്ട്, എസ്പെഷ്യലി ഇന്റർനാഷണൽ ഏജൻസീസ്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുന്നത് തന്നെ സമയമെടുത്ത് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പല രാജ്യങ്ങളെയും അതിൽ പങ്കാളിയാക്കാനും വലിയ ഒരു അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും സിനിമയ്ക്ക്. എനിക്ക് മറാഠിയിലൊരു സിനിമ ചെയ്തിരുന്നു, അതിന് സബ്സിഡി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറാഠി ലോക്കലായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യയിലെ ഒരു ഗോൾഡൻ എക്സാമ്പിളാണ് ഈ മറാഠി സിനിമ. എങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക്, എങ്ങനെ ഒരു സർക്കാരിന്, എങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിന് അവരുടെ കൾച്ചറിനെ, അവരുടെ ലാംഗ്വേജിനെ, അവരുടെ സിനിമയെ, നാടകത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ഗോൾഡൻ എക്സാമ്പിളാണ് മറാഠി. അടുത്ത് വന്ന ചില സിനിമകളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഇരിക്കുന്ന 80കളിലും 90കളിലൊക്കെ ഒരു ഡീക്കേഡ്, ഒരു ദശകത്തിൽ ഒരു സിനിമയായിരുന്നു മറാഠി. പിന്നീട് ഒരു വർഷം ഒരു സിനിമയായി. ഇന്ന് 100ലധികം സിനിമകൾ, അതിൽ പലതും നാഷണലും ഇന്റർനാഷണലും റെക്കഗ്നിഷൻ കിട്ടുന്നു.
തിയേറ്ററിൽ വളരെയധികം സക്സസ്ഫുൾ ആയി ഓടുന്നു. എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമകൾക്ക് സബ്സിഡി കൊടുക്കുകയും അവിടെയുള്ള തിയേറ്ററുകൾക്ക് മുഴുവൻ ഇത്ര ശതമാനം സമയം നിങ്ങൾ മറാഠി സിനിമ കാണിച്ചിരിക്കണം എന്ന് നിയമമുണ്ടാക്കുകയും എല്ലാ മീഡിയം ടെലിവിഷനും പത്രങ്ങളും ഒക്കെ മറാഠി സിനിമയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്ത ഒരു വലിയ മുന്നേറ്റത്തിലൂടെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റിയോട്, നമ്മളുടെ ഭാഷയോട്, നമ്മുടെ കൾച്ചറിനോട് എന്തെങ്കിലും മമതയുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലായിട്ട് കാണിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ അതാണ് നമുക്ക് കേരളത്തിൽ തുടക്കം ഗംഭീരമാണെങ്കിലും നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അല്ല, ഇപ്പം കേരളത്തിലാണെങ്കിലും നേരത്തെ അങ്ങനെ ഒരുപാട് ഗ്രാൻഡുകളും ഫണ്ടുകളും ഒക്കെ ആയിട്ട് ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പടം എടുത്തിട്ടുള്ള ഒരുപാട് സംവിധായകരുമുണ്ട്. പക്ഷെ ഇപ്പം എന്താണ് സ്ഥിതി? ഇപ്പം ഒരു നമ്മളെ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ എന്താണ് മലയാളത്തിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കോ അല്ലെങ്കിൽ അവർ നിയമിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികൾക്കോ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ജൂറികൾക്കോ എന്തിനാണ് ഈ അക്കാഡമി, എന്തിനാണ് ഈ KSFDC, എന്താണ് അവർ ചെയ്യേണ്ടത്, എന്തിനാണ് ഈ തിയേറ്ററുകൾ കെട്ടിയിട്ട് അവിടെ തെലുങ്ക് ഡബ് ചെയ്ത പടം ഓടിച്ച് കാശുണ്ടാക്കുക എന്നുള്ളൊരു മൗഢ്യത്തിലേക്ക് അവർ എത്തിപ്പോയിരിക്കുകയാണ്. എന്തിനാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? ഇവിടെ ഒരു സിനിമയുണ്ട്, ഇവിടെ കുറെ ടാലന്റ് ഉണ്ട്, ഇവരെ പ്രൊമോട്ട് ചെയ്യുക, നമ്മളുടെ സംസ്കാരത്തെ, നമ്മൾ ലോകത്തിലുള്ള സംസ്കാരം മുഴുവൻ കേരള സംസ്കാരത്തെ ഇങ്ങനെ, കാരണം നമ്മുടെ കൊടുക്കൽ വാങ്ങലിൻ്റെ ഒക്കെ ഒരു ചരിത്രമുള്ള ഒരു ദേശമാണ് നമ്മുടെ. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ നമ്മുടെ സംസ്കാരത്തെ ലോകത്തിന് കൊടുക്കുന്നതിന് പകരം ലോകത്തുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഈ സംസ്കാരം ഇറക്കുമതി എന്ന സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പം കലയെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ സംസ്കാരത്തിനെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരുടെ കയ്യിലാണ് ഇന്ന് അതിരിക്കുന്നത്. ഈ ഇപ്പം പുതിയ പടത്തിനെ പറ്റി, ഇപ്പം ഡോക്ടർ ബിജുവിന്റെ പപ്പ ബുക്ക, അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഇനിയൊരു വലിയ ജേർണി അഹെഡ് ഉണ്ട് നിങ്ങൾക്ക്. കാരണം ചിലപ്പോൾ ഓസ്കാറിലേക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാതെ ഓസ്കാറിലേക്ക് വന്നു, ഇനി അതിന് കിട്ടേണ്ട അംഗീകാരങ്ങൾ കിട്ടുക എന്നുള്ളതല്ല. അതിന്റെ ഇനി എന്താണ് അതിന്റെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ക്രൈസിസ് എന്താണ്? ഇപ്പോൾ അവിടെ എടുത്തു കഴിഞ്ഞു, പക്ഷെ അതിന്റെ ഒരു വലിയ ചാലഞ്ചസ് ഉള്ള ഒരു ഭാവിയല്ലേ ഇനി കിടക്കുന്നത്? അതെ. അത് ഇന്ത്യയിൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ പല സ്ഥലത്തും സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴാണ് ഈ രാജ്യത്തിന്റെ റെപ്രസെന്റേറ്റീവ് സിനിമ ഇതാണ് എന്ന് തീരുമാനിക്കുന്നത്. ഡിസംബർ 16 ആകുമ്പോഴത്തേക്കും ആ 80-90 സിനിമകളിൽ നിന്ന് ഇത്തവണ 86 സിനിമയാണ്, 15 സിനിമയായിട്ട് അവർ സെലക്ട് ചെയ്യും. 2 മാസമേ ഉള്ളൂ. ആ 2 മാസം കൊണ്ട് നമുക്ക് ആരെന്നറിയാത്ത 3000-ഓളം വോട്ടിംഗ് മെമ്പേഴ്സിനെ നമ്മൾ ഈ സിനിമ കാണാൻ പ്രേരിപ്പിക്കണം. നമുക്ക് നേരിട്ട് പ്രേരിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പുറത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഡിസ്കഷൻസിലൂടെയും ഡിസ്കോഴ്സിലൂടെയും റിവ്യൂസിലൂടെയും അവരെത്തിയിട്ട് അവർക്കതിൽ താല്പര്യം തോന്നി അവരത് കണ്ടു കഴിഞ്ഞാലേ അവർക്കത് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാണാത്ത ഒരാൾക്ക് വോട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അതൊരു വലിയ ചാലഞ്ചാണ്. ആ ചാലഞ്ച് ഇതുപോലുള്ള ഒരു കൊച്ചു ചിത്രത്തിന്, ഒരു ചെറിയ രാജ്യത്തിൻ്റെ ആദ്യത്തെ ഓസ്കാർ നോമിനേഷനായ ഈ ചിത്രത്തിന്, ചെറിയ ഫണ്ടോട് കൂടിയിട്ട് പോകുന്ന ഈ ചിത്രത്തിന് വലിയ വലിയ പരിമിതികളുണ്ട് നമുക്ക്. പക്ഷെ ഇതുവരെ പടം കണ്ടിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ പ്രമേയത്തിൻ്റെ സവിശേഷത കൊണ്ട് അതിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുക. കാരണം കല എന്തിനാണ് എന്ന് വളരെ ബേസിക്കായിട്ട് ആലോചിക്കുന്ന, അല്ല കച്ചവട സിനിമയുടെ വക്താക്കൾക്കല്ല, ആൾക്കാർക്ക് ഈ പ്രമേയം വളരെയധികം എന്നെയും വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ബിജുവായിട്ട് ഞാനിത് ചെയ്യുന്ന 7ാമത്തെ സിനിമയാണ്. ഈ സിനിമയുടെ തുടക്കം മുതൽ തന്നെ സ്ക്രിപ്റ്റിൻ്റെ പല വേർഷൻസും, കാരണം ഇത് 800-ലധികം ലാംഗ്വേജസും 800-ലധികം കൾച്ചറുള്ള ഒരു രാജ്യം, ഒരു കുഞ്ഞു രാജ്യമാണെങ്കിൽ 1 കോടി ജനങ്ങളേ ഉള്ളൂ, പക്ഷെ ഇത്രയധികം കൾച്ചറുള്ളതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കഥകൾ പറയാനുണ്ട് അവർക്ക്. ലോകം ഇതുവരെ കേട്ടിട്ടില്ലാത്ത കഥകളാണ് അവിടുന്ന് വരുന്നത്. വേൾഡ്സ് ലാസ്റ്റ് ഫ്രണ്ടിയർ എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഏത് കഥ പറയണം എന്നുള്ളതിൻ്റെ ശരിക്കും ഡോക്ടർ ബിജുവിൻ്റെ ഒരു പൊളിറ്റിക്കൽ സെൻസും ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ് ഇത്തരത്തിലേക്കുള്ള ഒരു സബ്ജക്റ്റിലേക്ക് പോയി ലാച്ച് ചെയ്തിരിക്കുന്നത്. അത് നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സൈറ്റ് ചെയ്തു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് പോയിട്ട് അവരുടെ ഒരു കഥ പറയുമ്പോൾ അത് നമ്മളെയും കൂടെ എങ്ങനെ കണക്ട് ചെയ്യുന്നു, നമ്മുടെ ഇവിടെയുള്ള പൊളിറ്റിക്സുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവുന്നു, ചരിത്രം തമസ്കരിക്കാൻ ശ്രമിച്ച ഒരു കഥയെ നമുക്ക് എങ്ങനെ വീണ്ടും എടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്. പടം അവിടെ പ്രീമിയർ ചെയ്തു. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ തന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു. കാരണം ഇത് അവരുടെ വിഷ്വൽസ് മാത്രമല്ല, അവരുടെ ചരിത്രമാണ്, അവരുടെ ഇമോഷനാണ്. കണ്ടു കഴിഞ്ഞ പല ആൾക്കാരും കരഞ്ഞുകൊണ്ടാണ്. കാരണം അതിൻ്റെ അകത്ത് അത്രയധികം ഇമോഷണൽ സംഭവമൊന്നുമല്ല. ഡോക്ടർ ബിജുവിൻ്റെ ഫിലിം മേക്കിംഗ് കൈൻഡ് ഓഫ് ഒരു ഡിറ്റാച്ച്ഡ് ഫിലിം മേക്കിംഗ് ആണ്.
എന്നിട്ട് പോലും ഇവർ കരയാണ്. കാരണം ഇവരുടെ മനസ്സിലുള്ള കുറേ കാലം മുമ്പുണ്ടായിരിക്കുന്ന ഈ വേദനകൾ, ഈ ചരിത്രം പുറത്തേക്ക് വരികയാണ്. കാരണം അവരുടെ അവിടെ ഒരുപാട് സിനിമകൾ ഉണ്ടാവുന്നില്ല, ഇതുപോലുള്ള ഡിസ്കഷൻസ് ഉണ്ടാവുന്നില്ല. ആ സപ്രസ് ചെയ്ത ഓർമ്മകളും വേദനകളും പുറത്തു വരുന്നതിൻ്റെ അത് അവരും പറയുന്നത് നമ്മൾ അറിഞ്ഞില്ല ഇത്രയധികം ഇന്ത്യക്കാരും ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോകുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ശവം അടക്കിയിരിക്കുന്ന ഒരു സെമിറ്ററിയിലാണ് നമ്മൾ പോകുന്നത്. ബൊമാന സെമിറ്ററി എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ഒരു 500-600 ടോംബുകളിൽ പേരില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഇതിൽ 250ഓളം ഇന്ത്യക്കാരാണെന്ന് പറയപ്പെടുന്നു. പപ്പന്യൂഗിനിക്കാരുടെ ശവം എവിടെയാണെന്ന് ആർക്കും അറിയുക പോലുമില്ല. അവരേതോ കാട്ടിലൊക്കെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. അപ്പം രണ്ട് കമ്മ്യൂണിറ്റിക്കും ഒരുപോലെ ഫീൽ ചെയ്യുന്ന ആ തമസ്കരിക്കുന്നതിൻ്റെ ആ വേദന ഉണ്ടല്ലോ, അത് നമ്മൾ രണ്ടുപേരെയും വളരെയധികം, അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയും വളരെയധികം പാഷനേറ്റ് ആയിട്ട് പങ്കെടുത്ത ഒരു പ്രോജക്റ്റാണ്. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒന്ന് നമുക്കറിയില്ല പപ്പുവ ന്യൂഗിനിയിൽ എങ്ങനെയാണ് സിനിമ ആൾക്കാർ, പ്രേക്ഷകർ എങ്ങനെയാണ് കാണുന്നത്, ഇവിടെയുള്ളൊരു രീതിയാണോ, എങ്ങനെയാണത്? പിന്നെ രണ്ടാമത്തത് ഈ ഇതിനോടുള്ള പ്രകാശ് ബാരയുടെ പപ്പുവ ന്യൂഗിനി എക്സ്പീരിയൻസ് എന്താണ്? ഇത് രണ്ടും നമുക്കറിയാൻ താല്പര്യമുള്ള സംഗതികളാണ്. അത് നമ്മുടെ രാജ്യം പോലെ തന്നെ ഏകദേശം പെർ ക്യാപിറ്റ ഇൻകം ഉള്ള ഒരു രാജ്യമാണത്. പക്ഷേ ഡിസ്പാരിറ്റി വളരെ കൂടുതലാണ്. കാടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരവരുടെ ട്രൈബ്സ് എക്സിസ്റ്റൻസ് ആണ്. അവരാണ് നല്ലൊരു ശതമാനം, മെജോറിറ്റി. അവർക്ക് ഈ കാശിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേ ആർ ഓക്കെ. അവരെന്ത് വിതച്ച് കഴിഞ്ഞാലും 100 മടങ്ങ് മേനി വിളയുന്ന ഒരു സ്ഥലത്താണ് അവർ ജീവിക്കുന്നത്. അവരങ്ങനെ ജീവിച്ചു പോകുന്നു. പല സൊസൈറ്റി കമ്മ്യൂണിറ്റിയും മാട്രിയാർക്കലാണ്. അവിടുത്തെ കല്യാണം, പല സംഭവങ്ങളും വളരെയധികം നമുക്ക് സ്വത്തും കുടുംബമൊക്കെ എങ്ങനെയാണോ അത് മാട്രിയാർക്കലായിട്ടാണ്, മാട്രിലിനിയർ ആയിട്ടാണ് അത് പോകുന്നത്. അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയധികം വൈവിധ്യമുള്ള ഒരു കൾച്ചറാണ്. ഈ ഡിസ്പാരിറ്റി കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ കാശുകാർ, വളരെയധികം കാശുകാരും സിറ്റിയിലെത്തുന്ന ആൾക്കാർ വളരെ പൂറും. കാരണം അവർ കാട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഹൈലാൻഡിലാണെങ്കിൽ കാശ് ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ ഒരു പ്രശ്നമില്ല, അത് കമ്പാരിറ്റീവ്ലി. അപ്പം നമുക്ക് ഒരു വലിയൊരു സങ്കടമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുഴുവൻ രാജ്യവും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു സിനിമയ്ക്ക് ഒരു കഥയാണ് പറയുന്നത്. ആയിരക്കണക്കിന് കഥയുള്ള ആ രാജ്യത്തിനെ ശരിക്കും ഒരു എക്സ്പ്ലോർ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ നമ്മൾ ഈ സ്ക്രീനിങ് കഴിഞ്ഞിട്ട് നമുക്കൊരു ഷെല്ല്, അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഭരണമാണ്, അത് തന്നു. എന്നിട്ട് പറഞ്ഞു 5 അത്തരം ഷെല്ലുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു തരും. അങ്ങനെയാണ് അവരുടെ കഷ്ടം. അതെ. അപ്പൊ ഡോക്ടറുടെ വൈഫ് പറഞ്ഞു ഇനി 3 സിനിമയും കൂടെ വേണമെങ്കിൽ അവിടെ ചെയ്യാം, 4ാമത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് ഓരോ സംസാരത്തിലും ഒരുപാട് കാര്യങ്ങൾ, അപ്പൊ നമ്മളിപ്പം തിങ്സ് ആർ ഫോളിങ് അപ്പാർട്ട് അല്ലെങ്കിൽ ഗുഡ് എർത്ത് ഒക്കെ വായിക്കുമ്പോൾ അതിപ്പോൾ ആഫ്രിക്കയിലായാലും ചൈനയിലായാലും എവിടെയായാലും ചില സംഭവങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സ്പിരിറ്റുകൾ കേൾക്കുന്നുണ്ടാവും. എന്തെങ്കിലും ചിലച്ചു കഴിഞ്ഞാൽ കണ്ടോ സത്യം, ഇതുപോലുള്ള കുറേ സംഭവങ്ങൾ മനുഷ്യൻ പണ്ട് മുതലേ ക്യാരി ചെയ്തിരിക്കുന്നതാണ്. അതൊക്കെ അങ്ങനെയുള്ള കുറേ കോമണാലിറ്റി ഉണ്ട്. നമ്മുടെ മറാപ്പെ, അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നല്ലോ ഞാൻ മോഡിയുടെ കാല് തൊട്ടപ്പോൾ, പക്ഷെ ഞങ്ങളുടെ സംസ്കാരത്തിൽ അത് വളരെ കോമൺ ആണ്. നമ്മളെക്കാളും വലിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് അഭിവാദ്യം ചെയ്യുക. ഇന്ത്യയിലും അങ്ങനെയാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്തു. ഞാൻ മറ്റുള്ള രാഷ്ട്രത്തിലെ ആൾക്കാരോട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ തരത്തിലുള്ള ഒരു കണക്റ്റൊക്കെ ഇന്ത്യയുമായിട്ടുണ്ട്. ഈ ഇന്ത്യ എന്നുള്ള ഇത് പറയുന്ന സമയത്ത് ഇപ്പം ഡോക്ടർ ബിജുവിന്റെ പടം നമ്മളിപ്പോ ഒരു പപ്പുവ ന്യൂഗിനി ഫിലിം എന്നുള്ള രീതിയിലല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. ഡോക്ടർ ബിജു എന്തായാലും ഒരു ഇന്ത്യക്കാരനായ ഫിലിം മേക്കറാണ്, താങ്കളും അങ്ങനെ തന്നെ. അപ്പം നമ്മൾ ഇതിനെ ഒരു ഇന്ത്യ ആയിട്ടുള്ള ഒരു കോണ്ടക്സ്റ്റിൽ ഇതിൽ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തതിനെ, അതായത് എന്താണ് ഇതിന്റെ ഒരു ഇന്ത്യൻ പ്രാധാന്യം? പപ്പുവ ന്യൂഗിനിയുടെ ആദ്യത്തെ അവരുടെ 50 വർഷം സ്വാതന്ത്ര്യത്തിന് 50 വർഷം ആഘോഷിക്കുന്ന സമയത്ത് അവര് ഓസ്കാറിലേക്ക് അയച്ച സിനിമ എന്നുള്ള രീതിയിൽ അവരങ്ങനെ അവരുടെ സിനിമയായിട്ട് അതിനെ അവർ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഇന്ത്യയുടെ കഥയാണ്. കാരണം നമ്മൾ ഇപ്പോഴ് മറ്റുള്ള സ്ഥലങ്ങളിലും ഈ ചരിത്രം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ ഏകദേശം 1 മില്യൺ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്, ഇന്ത്യക്കാർ.
അത് 2.5-3 മില്യൺ ആവാനാണ് രണ്ടാം മഹാലോക യുദ്ധം ആകുമ്പോഴത്തേക്കും. 2 യുദ്ധങ്ങളിലും ഏകദേശം 150-200,000 ആൾക്കാർ, 2 ലക്ഷത്തോളം ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവർ ആരുടെ യുദ്ധമാണ് നയിച്ചത്, ആർക്ക് വേണ്ടിയാണ് പൊരുതിയത്, ഏത് തരത്തിലാണ് അവർ പൊരുതിയത് ഒന്നും നമുക്ക് അറിയുന്ന കാര്യമല്ല. യുദ്ധങ്ങൾ കഴിയുമ്പം വെള്ളക്കാരനാണ് ചരിത്രം എഴുതുന്നത്. അതിൽ നമ്മളുടെ ചരിത്രമൊന്നും എവിടെയും എഴുതപ്പെട്ടിട്ടില്ല. ഹൈഫ തുറമുഖം എങ്ങനെയാണ് ഇന്ത്യൻ സൈനികർ ടർക്കിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് വിജയകരമായി എന്നുള്ളത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യം. അന്നൊരു രാജ്യം പോലും അല്ലാതിരുന്ന ഇപ്പം ഇസ്രായേലിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇപ്പോൾ ഇസ്രായേൽ ഇന്ത്യയെ അതിന് പേരിൽ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇന്ത്യൻ പട്ടാളക്കാരും UK അതായത് ആലീഡ് ഫോഴ്സസിൻ്റെ കൂടെയുള്ള ആൾക്കാരും ലോകത്തിൻ്റെ പല ഭാഗത്തും പോയിട്ട് ചെയ്തിട്ടുള്ള യുദ്ധത്തിൻ്റെ ഹിസ്റ്ററിയും ഓർമ്മകളും അവരുടെ അവരുടെ അവശിഷ്ടങ്ങളും ഒന്നും സത്യം പറഞ്ഞാൽ അതിനോട് നമ്മൾ നീതി പുലർത്തിയിട്ടില്ല. അത്തരത്തിൽ ചരിത്രത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയും അവരോട് നീതി കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവായിട്ട് ഈ മൂവി മാറുന്നുണ്ട്. നമ്മുടെ ജാതി വ്യവസ്ഥയും നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് ഇതൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട് ഡോക്ടർ ബിജുൽ. അതുകൊണ്ട് തന്നെയാണ് ബംഗാളി ഫിലിമിൽ നിന്ന് റിതാബ രീതിയിൽ അഭിനയിക്കാൻ ആവശ്യം കാണിക്കുന്നതും കോ പ്രൊഡ്യൂസറായിട്ട് കൂടെ വരാൻ രഞ്ജിത്ത്, അദ്ദേഹത്തിന് തന്നെ വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ആളാണ്, അദ്ദേഹം കൂടെ വരുന്നതും 40ഓളം സിനിമകൾ ചെയ്തിട്ടുള്ള അക്ഷയ് പരിജ ഒറീസയിൽ, അദ്ദേഹം ഇതിൻ്റെ കൂടെ വരുന്നതും ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെയുള്ള, അതായത് പപ്പന്യൂഗിനിയിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെയധികം ഒരുപാട് ആൾക്കാർ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അവർക്ക് ഈ കഥ എസ്പെഷ്യലി അവർക്ക് പോലും അറിയാത്തൊരു കഥയാണ് ഇത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു ഇന്ത്യൻ റെലവൻസ് ഇതിന് ഉണ്ട് എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ അധികം ഈ സിനിമയെ പറ്റി അറിഞ്ഞിട്ടില്ല. ഇനിയുള്ള മാസങ്ങളിൽ, ഇനിയുള്ള ആഴ്ചകളിൽ കൂടുതൽ ആൾക്കാർ അറിയുകയും ഇതിൻ്റെ റെലവൻസ് മനസ്സിലാക്കുകയും ചെയ്യുന്നു വിചാരിക്കാം. പ്രത്യേകിച്ച് ഓസ്കാറിൽ 15 സിനിമകളുടെ ഷോർട്ട് ലിസ്റ്റിൽ പെടുക എന്ന് പറഞ്ഞാൽ വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യയിൽ നിന്ന് ആകെ 3 സിനിമകളാണ് നോമിനേഷനിൽ എത്തിയിരിക്കുന്നത്. മദർ ഇന്ത്യയാണ് ആദ്യത്തത്, ലഗാനാണ് ഏറ്റവും അവസാനത്തത്. അപ്പം അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ, അത് USC, UCLA, ഹാർവേഡ്, അവിടെയൊക്കെ ഇതിൻ്റെ സ്ക്രീനിങ് സംഘടിപ്പിക്കാനും ഡിസ്കഷൻസ് നടത്താനും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരുപാട് ഫിലിം സൊസൈറ്റികളുണ്ട്, അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ലിമിറ്റഡ് റിലീസ് ന്യൂയോർക്കിലും LAയിലൊക്കെ ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ട്. പിന്നെ അവിടെയുള്ള പത്രമാസികകളിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒക്കെ ഇതിനെപ്പറ്റി ഒരു അവയർനെസ്സും ഇതിൻ്റെ ഒരു ഡിസ്കഷനും ഉണ്ടാക്കി കൊണ്ടുവരാനാണ് ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു 2 മാസത്തെ ഒരു ഷോർട്ട് പീരീഡാണ്. അത് പഠിച്ചു വരുമ്പോഴത്തേക്ക് ഇത് സമയം കഴിഞ്ഞിരിക്കും. സോ അതിന് എല്ലാവരുടെയും സഹകരണവും സഹായവും, ഓരോ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഇതിനെപ്പറ്റി എഴുതുക, അല്ലെങ്കിൽ ഇത് സിനിമ എവിടെയാണെന്ന് കാണും. ഇപ്പം അടുത്ത ആഴ്ച 2 ആഴ്ച കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഫെസ്റ്റിവൽ പ്രീമിയർ നടക്കാൻ പോകുന്നത്. ഇത് എനിക്ക് അനൗൺസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു യൂറോപ്യൻ ഫെസ്റ്റിവലിൽ. അപ്പം ഇനി ഫെസ്റ്റിവലിലും അതുപോലെയുള്ള ഈ സ്ക്രീനിങ്ങുകളിലും ഒക്കെ ആൾക്കാർക്ക് കാണാൻ പറ്റും. അത് കണ്ട് അതിനെപ്പറ്റി എഴുതുക എന്നുള്ളതാണ് നമുക്ക് ഉള്ളൊരു സപ്പോർട്ടായിട്ട് ഇതിൻ്റെ വരിക. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഓസ്കാറിലും ഇത് അങ്ങനത്തെ അംഗീകാരങ്ങൾ നേടട്ടെ നമുക്ക്. താങ്ക് യു. ഇപ്പോഴുള്ള ഈ പൊസിഷനിങ് തന്നെ വലിയൊരു അംഗീകാരമാണ്, വലിയൊരു ഇതിൽ സിനിമയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇനി ഓരോ സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോകുന്നതും ഈ സിനിമയോടും ഇതിൻ്റെ സബ്ജക്റ്റിനോടും അന്ന് യുദ്ധത്തിൽ പോയ ആൾക്കാർ, 2 രാഷ്ട്രങ്ങളിലെ ആൾക്കാരോടും അവരോടുള്ള ഒരു നീതി നമ്മൾ വീണ്ടും ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതാണ് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ്. താങ്ക് യു.